നമുക്കിന്ന് ഓട്സ് കൊണ്ട് ഒരു പിസ്സ ഉണ്ടാക്കാം. അതിന് ഞാൻ തന്നെ ഇവിടെ 2 കപ്പ് ഓട്സ് എടുക്കുക. നമ്മൾ ഓട്സ് ഉണ്ടാക്കുന്ന ഓട്സ് ഈ ചെറിയ കപ്പിന് 2 കപ്പ് ഓട്സ് എടുത്തു. അതിനകത്തോട്ട് 3 മുട്ട, റൂം ടെമ്പറേച്ചറായിരിക്കും മുട്ട, ഫ്രിഡ്ജിനെടുത്ത മുട്ടയല്ല, വെളിയിലിരുന്ന മുട്ട, 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അത് നമുക്കിതിനെ ഒന്ന് ഈ മുട്ട ഓട്സിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കുറച്ചൊരുള്ളിയും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചതച്ചു. നമ്മുടെ സവോളയും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചു. അത് ചുമ്മാ ഒരു സ്മെല്ല് വരാൻ വേണ്ടി ചെറിയൊരു വെളുത്തുള്ളിയും ചെറിയൊരു ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചു. അതും കൂട്ടിട്ട് നമുക്ക് ഈ ഓട്സിനകത്തിട്ടിട്ട് ഇളക്കാം. അത് കഴിഞ്ഞ് അത് കുതിരാൻ ഒരു 1/2 ഗ്ലാസ് പാൽ, കാച്ചിയ പാൽ തണുത്തതാണ്. 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു. 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ഓട്സിനകത്തിട്ട് നമുക്ക് ഇളക്കി വെക്കാം. ആ മിക്സി അങ്ങ് കലക്കി ഒഴിച്ചതേ ഉള്ളൂ. ഇത് നല്ലതായിട്ട് നമുക്കിങ്ങനെ ഓട്സ് ഇളക്കി വെക്കാം. എല്ലായിടവും ആ മുട്ടയിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ച് എല്ലായിടത്തും മിക്സിക്കകത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ മിക്സിക്കകത്ത് അങ്ങ് ഓട്സ് ഒത്തിരി പൊടിഞ്ഞു പോകും. ഇത് നമുക്കിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അടച്ചു വെക്കാം. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. ഓട്സൊക്കെ നല്ലതായിട്ട് കുറുന്നു, നല്ലതായിട്ട് ഇളകി. നമുക്കിതിനകത്തൊരു ഇച്ചിരി ഉപ്പ്, കുറച്ച് ഉപ്പ്, നമുക്ക് ടേസ്റ്റിന് ഇച്ചിരി ഉപ്പിടാം. ഇച്ചിരി ഉപ്പ് കുറവാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒരു ശകലം ചില്ലി ഫ്ലേക്സ്, ഒരു 2 കവർ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നമ്മുടെ മുളകിട്ടാലും മതി. എൻ്റെ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നുണ്ട്, 2 ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഇച്ചിരി പെപ്പർ പൊടിച്ചത്, കുറച്ച് പെപ്പർ, ഇത് ഒർഗാനോ സീസണിങ് മിക്സില്ലേ, അത് ഒരു 2 കവർ. അത് ഓപ്ഷനല്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് വേണ്ടിയിട്ട് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, അത് ഒരു ചെറിയ കവറ്, 1 സ്പൂണുണ്ട്, 1 സ്പൂണ് കെച്ചപ്പ്. അത് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചീസില്ലേ, മൊസറല്ല ചീസ്, ഏത് ചീസായാലും മതി. ഈ ചീസാണ് നല്ലത്, മൊസറല്ല ചീസ്. അത് ഇത് പീസാക്കിയ ചീസ്, കട്ട് ചെയ്യാനും അരിഞ്ഞ ചീസ്, മൊസറല്ല ചീസ്. അത് വിട്ട് നമുക്ക് ഇളക്കി വെച്ചിട്ട് ഒരു പാൻ വെച്ച്, പാനോ ചീനച്ചട്ടിയോ ഫ്രൈയിങ് പാനോ ഏതെങ്കിലും വെച്ച് കുറച്ച് എണ്ണ തൂത്തിട്ട് ആ എണ്ണയെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെറിയ തീ വെക്കണം. ഒത്തിരി തീ വെക്കരുത്. എണ്ണ എല്ലായിടത്തും ഒന്ന് നല്ലതായിട്ടൊന്ന് സ്പ്രെഡാകട്ടെ. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു ഇച്ചിരി സവോളയും ക്യാപ്സിക്കും, ചെറിയൊരു സവോള, ഒരു അരമുറി ക്യാപ്സിക്കും, അതൊന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അങ്ങ് വേകണ്ട, ഒരു ഹാഫ് ഓയിലൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീ കൂട്ടരുത്, ചെറിയ തീയിലിരിക്കണം. അതൊന്ന് വഴന്നിട്ട് നമുക്ക് ഈ ഓട്സിൻ്റെ മിക്സ് തീ കുറച്ച് വെച്ചുകൊണ്ട് അതെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഇച്ചിരി ദോശമാവ് പോലെ തന്നെ ഇച്ചിരി കട്ടിയായിട്ട് വേണം. ആ മാവ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ടത് നമുക്ക് മൂടി വെക്കാം. അതൊരു 5-6 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. 5-6 മിനിറ്റ് ഇരിക്കണം.
5-6 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടുന്നത് ഈ ദോശക്കല്ല് തിരിച്ച് വെച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ ചിലപ്പം മുറിഞ്ഞു പോകും. എന്നിട്ട് അതിലോട്ട് തന്നെ കമത്തിയിട്ട് നമുക്ക് അടയ്ക്കാം. മറ്റേ സൈഡും വേകട്ടെ. 2-3 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ സൈഡ് നല്ലതായിട്ട് വെന്തു. 2 സൈഡും വെന്തിട്ടെടുക്കാം. ഒരു 3 മിനിറ്റ്, 3 മിനിറ്റ് മറ്റേ സൈഡ് നല്ലതായിട്ട് വെന്തു. 2 സൈഡ് നല്ലതായിട്ട് വെന്തു. ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായി. നമ്മളൊരു സൈഡ് മുറിച്ച് നോക്കാം. ചീസൊക്കെ കണ്ട നല്ല ഉരുകി നല്ലതായിട്ട് മെൽറ്റായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് നല്ല ചൂടായിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓട്സ് പിസ്സ റെഡിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഒരു 3 പേർക്ക്, ഒരെണ്ണമല്ല, ഞാൻ 2 എണ്ണം ഉണ്ടാക്കി. 4 പേർക്ക് കഴിക്കാനുണ്ട്. ഒരാളിതിൻ്റെ ഹാഫേ കഴിക്കത്തുള്ളൂ. 4 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും ഒത്തിരി ഒന്നും വേണ്ട. ഒന്ന് ലൈക്ക് ചെയ്യും. താങ്ക് യു.